ഏവർക്കും സ്നേഹവന്ദനം. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ രാഷ്ട്രത്തിലെ ഒരു പ്രധാന സംസ്ഥാനമായിരിക്കുന്ന ജമ്മു കാശ്മീരിലെ പഹൽഗാം ആക്രമണത്തെ തുടർന്നാണ് ഇന്ന് നടന്നിരിക്കുന്ന എല്ലാ അനർത്ഥങ്ങളും. പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ യുദ്ധമൊക്കെ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ദേശമാണ് കാശ്മീരിലെ ബൈസരൻ താഴ്വര എന്ന് പറയുന്നത്. അവിടെ നടന്ന ഭീകരാക്രമണത്തിൽ 10-27 പേര് അവിടുത്തെ പ്രാദേശിക മുസ്ലിം അടക്കം കൊല്ലപ്പെട്ടു. അവരോടൊക്കെ ചോദിച്ച ചോദ്യം, നിങ്ങൾ മുസ്ലിമാണോ ഹൈന്ദവനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ്, അവിടെ കലിമ ചൊല്ലുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരെയൊക്കെ കൊന്നൊടുക്കിയത് എന്നുള്ളത് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി. നമ്മുടെ എല്ലാവരുടെയും ഹൃദയം പിടഞ്ഞു. രാജ്യം ഒറ്റക്കെട്ടായിട്ട് അതിനെതിർത്ത് തോൽപ്പിക്കണം. ഇതുപോലുള്ള ഭീകര പ്രവർത്തനങ്ങളെ നമ്മൾ എന്നേക്കുമായിട്ട് ഉന്മൂലനം ചെയ്യണമെന്ന് തീരുമാനമെടുക്കുകയും നമ്മളെ സംയമനം പാലിച്ചു എങ്കിലും തക്ക സമയത്ത് നമ്മുടെ ആർമിയിൽ മുന്നോട്ട് കയറുകയും വേണ്ടുന്നതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പ്രതിക്രിയ ചെയ്യുകയും ചെയ്തു. റിവെഞ്ച് ചെയ്യുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം റെസിഡൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന TRF എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു സംഘടനയാണ് ഏറ്റെടുത്തതെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഏപ്രിൽ 24 ആരംഭിച്ച നിയന്ത്രണ രേഖയിൽ അഥവാ LOC ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സായുധ ഏറ്റുമുട്ടലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് നമ്മൾ കേൾക്കുണ്ടായി. രണ്ട് രാജ്യങ്ങളും ആണവായുധ അയൽക്കാരാണെന്നുള്ളത് ലോകത്തിൽ സംഘർഷമുണ്ടാകുമ്പോൾ ഒരു വലിയ ആശങ്ക ഉയർത്തിയിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറ് നമുക്കറിയാവുന്ന പോലെ 1925 മെയ് മാസം 10 അഥവാ ഇന്നലെ നടന്നിട്ടുള്ള ഒരു ചെറിയ കരാർ അനുസരിച്ച് തൽക്കാലത്തേക്ക് വെടിനിർത്തൽ നമ്മൾ പ്രഖ്യാപിച്ചു. നമ്മളെല്ലാവരും സന്തോഷിച്ചു. ഞാൻ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് ആ സമയത്ത് ഒരു വീഡിയോ ചെയ്തു. അത് മുന്നോട്ട് പോയില്ല. കാരണം ഉടനെ തന്നെ അടുത്ത ഒരു വാർത്ത വരികയുണ്ടായി. ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും 5 മണിക്കൂർ കഴിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ രാജ്യത്തിലേക്ക് അവർ വീണ്ടും അതിക്രമങ്ങൾ അഴിച്ചുവിട്ടു, ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാനെ നമുക്ക് നമ്പിക്കൂടാ. ഇത് നേരത്തെ നമ്മൾ പറയുന്ന കാര്യമാണ്. ഈ പാകിസ്ഥാൻ എന്നതിനെ വിളിക്കാൻ തന്നെ പാടില്ല എന്നുള്ളതാണ് പലരും പറയുന്നത്. പലരും അഭിപ്രായപ്പെടുന്ന ഒരു ടെററിസ്ഥാനാണ്. കാരണം ടെററിസ്റ്റിനെ അല്ലെങ്കിൽ ഭീകരവാദികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായിട്ട് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. ഇവിടത്തേക്ക് മാത്രമല്ല, ഇന്ത്യയിലേക്ക് മാത്രമല്ല ടെററിസ്റ്റിനെ അവർ ഉൽപ്പാദിപ്പിക്കുന്നത്, മറ്റു രാജ്യങ്ങളിലേക്കും അവരെ ടെററിസ്റ്റിനെയൊക്കെ കയറ്റി അയക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന പോലെ നമ്മളിപ്പം സാധാരണ ഒരു യൂറോപ്യനെ കണ്ടു കഴിഞ്ഞാൽ, യൂറോപ്യൻ രാജ്യത്തു നിന്നുള്ള ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനത്തോടെ ബഹുമാനത്തോടെ ആളെ നോക്കും. കാരണം വിദ്യാഭ്യാസ ശ്രേണിയിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ, ശാസ്ത്രീയപരമായിട്ടൊക്കെ പുരോഗതി പ്രാപിച്ചിരിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റിലൊക്കെ വളരെ ധാർമ്മികത ഉയർന്ന നിലവാരം പുലർത്തുന്ന ആളുകൾ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് വെസ്റ്റേണേഴ്സിനെ കുറിച്ച്, യൂറോപ്യൻസിനെ കുറിച്ചൊക്കെ നമുക്കുള്ളത്. എന്നാൽ ഇന്ത്യക്കാരെ കുറിച്ചും അങ്ങനെയാണ് മറ്റുള്ള രാജ്യക്കാരൊക്കെ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മളൊരു പാകിസ്ഥാനി എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു നടുക്കമാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? പാകിസ്ഥാനി എന്ന് കേൾക്കുമ്പോൾ ഓരോ കുട്ടിയും, പാകിസ്ഥാനിലുള്ള കുട്ടികളും അവരുടെ മതബോധത്തിൽ വളരെയധികം ആഴ്ന്നു കിടക്കുന്നവരാണ്. ആ മതബോധം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ടെററിസം എന്ന് പറയുന്നതായ ഒരു ചിന്താഗതി അവരുടെ മനസ്സിലുണ്ട്. നമുക്കറിയാവുന്ന പോലെ വിദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ത്യക്കാർ പോയി ജോലി ചെയ്യുന്നിടത്തൊക്കെ പാകിസ്ഥാനികളുമുണ്ട്. നമ്മുടെ മലയാളികളുടെയൊക്കെ ഒത്തിരി സ്നേഹിതന്മാർ പാകിസ്ഥാനികൾ കാണും. അതേപോലെ ഇന്ത്യക്കാരുടെയൊക്കെ സ്നേഹിതരായിട്ട് ഒരുമിച്ച് സഹപ്രവർത്തകരായിട്ടൊക്കെ ഉണ്ടാകും. എങ്കിലും അതിനൊക്കെ ഒരു അകലം വെച്ചുകൊണ്ടാണ് പലപ്പോഴും ചീറ്റ് ചെയ്യപ്പെട്ട അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ സഹോദരങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പാകിസ്ഥാനികൾ എങ്ങനെയാണ് ചീറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ഇപ്പോൾ പാകിസ്ഥാനികൾ അവിടെയൊക്കെ ഇരച്ചു കയറുന്നുണ്ട്. ഇംഗ്ലണ്ടിലും മറ്റുമൊക്കെ ലണ്ടനിലും ഒക്കെ ഇവർ കയറിയിട്ട് അവിടെ ഈ സ്പീക്കേഴ്സ് കോർണറിലൊക്കെ അവർ ചെയ്തു കൂട്ടുന്ന കൊടും വഞ്ചനകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാൻ കഴിയുന്നതാണ്. ഒന്നുമില്ലാതെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ മറ്റു രാജ്യങ്ങളെ അഭയം പ്രാപിക്കുമ്പോൾ അവർ അധ്വാനിച്ചിട്ട് ഇവർക്ക് തിന്നാൻ കൊടുക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പാമ്പിന് പാല് കൊടുത്തു കഴിഞ്ഞാൽ പാമ്പ് തിരിച്ചു കൊത്തുമെന്ന് പറഞ്ഞ പോലെ ഇവന്മാരെ തീറ്റിപ്പോറ്റിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് അവർ പ്രാപ്തരായി കഴിയുമ്പോഴത്തേക്ക് അവരുടെ ശരീരത്തിലോ കൊണ്ടുവരണം, അവരുടെ പാകിസ്ഥാനി നിയമങ്ങൾ അവിടെ നടപ്പിൽ വരുത്തണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ പല സ്ട്രീറ്റുകളും പല സ്ഥലങ്ങളും ശരീരത്തിലോ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ മീഡിയകളിലൂടെയൊക്കെ നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ കാണുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ പാകിസ്ഥാനികളുടെ ആ രീതിയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നത്, അവരെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് അവരുടെ മതബോധമായിട്ടാണ് പല മുസ്ലിം സഹോദരങ്ങളും പറയുന്നത്. നമ്മുടെ കേരളത്തിലുള്ള മുസ്ലിം സഹോദരങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഈ ഇസ്ലാമിക ചിന്താഗതികളിൽ നിന്ന് വളരെ
ഭീകര ചിന്താഗതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഒരു പാകിസ്ഥാനികൾ അവരെ ശരിക്കും ടെററിസ്റ്റ് തന്നെയാണെന്ന്, അതുകൊണ്ടാണ് അവരെ ടെററിസ്ഥാൻ എന്നൊക്കെ ചില ആളുകൾ വിളിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ നയതന്ത്രജ്ഞരെ പുറത്താക്കാൻ തക്കവണ്ണം നമ്മുടെ ഭാരതം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നടപടി സ്വീകരിച്ചു. ഇന്ത്യ നടപടി സ്വീകരിച്ചത് നമുക്കറിയാം. ആരംഭത്തിൽ തന്നെ നമ്മളത് ചെയ്തു. സ്വന്തം നയതന്ത്ര ഉദ്യോഗസ്ഥരെ നമ്മൾ തിരിച്ചു വിളിച്ചു. വിസ സേവനങ്ങൾ താൽക്കാലികമായിട്ട് നമ്മൾ നിർത്തിവെച്ചു. അതിർത്തികളൊക്കെ നമ്മൾ അടച്ചു. സിന്ധു ജല ഉടമ്പടിയിൽ നിന്ന് വളരെ കൃത്യമായിട്ട് നമ്മളങ്ങ് പിന്മാറി. അതേസമയം പാകിസ്ഥാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? അവരും പല കാര്യങ്ങളും ഇവിടുന്ന് പിൻവലിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ നമുക്കറിയാവുന്ന പോലെ അവർ എങ്ങനെയെങ്കിലും രമ്യതയിലേക്ക് വരേണ്ടതിന് പകരം അവർ നമ്മളെ കയറി ആക്രമിക്കുകയായിരുന്നു. രണ്ടാം വട്ടവും നമ്മളെ ആക്രമിച്ചപ്പോഴാണ് നമ്മുടെ സൈന്യത്തിന് പൂർണ്ണ അധികാരം, നമ്മുടെ ഭരണകൂടം, പ്രതിപക്ഷം അടക്കം ഒരുമിച്ച് ഒറ്റ ജനതയായിട്ട് നമ്മളത് കൊടുത്തതിൻ്റെ ഫലമായിട്ട് അവരെ കൃത്യമായിട്ട് അടിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. അപ്പം വ്യാപാര നിയന്ത്രണങ്ങൾ, വ്യോമ അതിർത്തി, അവരുടെ അതിർത്തികളൊക്കെ അവരടച്ചു. നമ്മുടെ വ്യോമയാന മേഖല, അവരുടെ മേഖലയിൽ കൂടെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് കുറേ ഇന്ധന നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ അവർ ചെയ്തപ്പോഴും നമ്മൾ കുറച്ചുകൂടെ കാത്തുകൊണ്ട് ഇരുന്നു. ഷിംല കരാർ താൽക്കാലികമായിട്ടൊക്കെ നിർത്തിവെക്കാം എന്ന് നമ്മൾ ചിന്തിച്ച സമയത്ത് അവർ ഒന്ന് വന്നിട്ട്, അല്ലെങ്കിൽ അവരുടെ തെറ്റിനെക്കുറിച്ച് അവർ ഏറ്റു പറഞ്ഞുകൊണ്ട് ഇനി അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ രാജ്യം അവർക്ക് ഒരു പ്രാവശ്യം കൂടെ മാപ്പ് കൊടുക്കുമായിരുന്നു. ഇതുവരെ നമ്മൾ എത്രയോ പ്രാവശ്യം അവർക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വന്ന് ഭീകരപ്രവർത്തനം നടത്തിയവരെ, ആ ഭീകരവാദികളെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചയച്ചതൊക്കെ നമ്മൾ അവർക്ക് മാപ്പ് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണെന്നുള്ളത് മറന്നു പോരുത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇന്ത്യൻ പാർലമെൻറ്റൊക്കെ ആക്രമിച്ച കാര്യമൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ മുംബൈയിൽ അവർ നടത്തിയിട്ടുള്ള ഭീകരപ്രവർത്തനങ്ങൾ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടും ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടും അവരോട് നമ്മൾ ദയാദാക്ഷിണ്യം പരമാവധി കാണിച്ചു. എങ്കിലും അവർ അതിന് അർഹതയുള്ളവരല്ല എന്ന് തെളിയിക്കുകയായിരുന്നു. നോക്കിയേ, അപ്പം ഇന്ത്യയുടെ സുരക്ഷാ ക്യാബിനറ്റ് അല്ലെ CCS എന്ന് പറയുന്ന ഇന്ത്യൻ പൗരന്മാരെ പാകിസ്ഥാനിലേക്ക് പോകാതിരിക്കാൻ തക്കവണ്ണം വളരെ കൃത്യമായിട്ട് നമ്മൾ അഭ്യർത്ഥിക്കുകയും അങ്ങനെ രാജ്യത്ത് ഉടനീളം തന്നെ നമ്മൾ വളരെ കാര്യക്ഷമമായിട്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളെയൊക്കെ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചയക്കുകയൊക്കെ ചെയ്തു. ഏപ്രിൽ 24-നും മെയ് 6-നും ഇടയിൽ അതിർത്തി കടന്നുള്ള വെടിവെപ്പും ഇടയ്ക്കിടയ്ക്കുള്ള പീരങ്കി ഷെല്ലാക്രമണവും ഉൾപ്പെടെയുള്ള ഏറ്റുമുട്ടലുകളിൽ ഈ പാകിസ്ഥാനിൽ ഒരുപാട് ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ഭീകരവാദികൾക്ക് ഒരുപാട് പേർക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയായിത്തീർന്നു. ഇന്ത്യൻ സൈന്യം വളരെ കാര്യക്ഷമമായിട്ട് പാകിസ്ഥാനിലെ സാമാന്യ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ദോഷവും ഉണ്ടാകാത്ത തരത്തിൽ മാത്രം ഭീകരരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ചത്. നമുക്കറിയാം 2025 മെയ് 7-ന് ഇന്ത്യൻ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന രഹസ്യനാമത്തിൽ നമ്മൾ മിസൈൽ ആക്രമണം നടത്തി. അത് അനേക ദിവസങ്ങൾ കാത്തിരുന്നതിന് ശേഷം വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ സാധാരണ സിവിലിയൻസിനൊന്നും തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധത്തിലാണ് നമ്മൾ ചെയ്തത്. കാരണം അത്രമാത്രം സൂക്ഷ്മത പാലിക്കുന്ന ഒരു മതേതരത്വ കാഴ്ചപ്പാടാണ് നമ്മുടെ രാജ്യത്തിലുള്ളത്. ഇവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ നമുക്കാർക്കും വ്യത്യാസമില്ല. നമ്മളെല്ലാം ഇന്ത്യക്കാരെന്നുള്ള ഒറ്റ ചരടിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്ത്യയുടെ അഭിപ്രായത്തിൽ മിസൈൽ ആക്രമണങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകളായ ജെയ്ഷ് ഇ മുഹമ്മദ്, അതുപോലെ ലഷ്കർ-ഇ തോയ്ബ എന്നിവയെ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു നമ്മൾ ആ കാര്യങ്ങൾ ചെയ്ത്. അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റി? അങ്ങനെയുള്ള അവരുടെ താവളങ്ങൾ തകർത്ത് കളയാൻ, തരിപ്പണമാക്കാൻ നമുക്ക് സാധിച്ചു. അതൊരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല. ഞാനിതിനകത്ത് മറ്റൊരു വലിയ സംഭവം കൂടെ മനസ്സിലാക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഒരു പ്രഖ്യാപനം വന്നു, നമ്മൾ മോക്ക് ഡ്രിൽസ് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാനായിട്ട്. ഒരു ദിവസം കൊണ്ട് എല്ലായിടത്തും നമ്മൾ മോക്ക് ഡ്രിൽസ് എല്ലാം വളരെ പ്ലാൻ ചെയ്തിട്ട് അത് അനൗൺസ് ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തും ആ വിധത്തിലൊക്കെ അത് ചെയ്യാനായിട്ട് എല്ലാം തയ്യാറായി. പക്ഷേ അത് അനൗൺസ് ചെയ്ത് അന്ന് രാത്രിയിൽ തന്നെ, ഈ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ തലേ രാത്രിയിൽ തന്നെ നമ്മൾ കയറി പാകിസ്ഥാൻ അടിച്ചു. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അവർ ധരിച്ചത് നമ്മൾ ഈ മോക്ക് ഡ്രിൽസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അവർക്ക് സാവകാശം കിട്ടും, അവർ വന്നിട്ട് അതിനിടയ്ക്ക് നമ്മൾ ഉപദ്രവിക്കാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമ്മൾ അവരുടെ ഈ പൊട്ടബുദ്ധിയിൽ ആശ്രയിക്കുന്നവരല്ലല്ലോ. നമ്മുടെ ആളുകളെല്ലാം തന്നെ വളരെ ബുദ്ധിയുള്ളവരും
പരിജ്ഞാനമുള്ളവരും കൃത്യമായ കാര്യങ്ങൾ അവലോകനം നടത്തി ചെയ്യുന്നവരുമായതുകൊണ്ട് ഇവിടുത്തെ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ലാതെ ഒറ്റക്കെട്ടായ രാഷ്ട്രീയ നേതാക്കന്മാരടക്കം നമ്മൾ അവരെ തിരിച്ചടിക്കാനായിട്ട് കൃത്യസമയം ഉപയോഗിച്ചു. നമ്മുടെ സേന അതിന് സജ്ജമായി. സേനയ്ക്കൊരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുത്തേ പറ്റുകയുള്ളൂ. അവരുടെ പ്രവർത്തനം വളരെ സ്തുത്യർഹമായ രീതിയിൽ അവർ ചെയ്യുക തന്നെ ചെയ്തു. അപ്പം നമ്മുടെ ഒരുപാട് ജെറ്റുകൾ അവർ തകർത്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീരവാദങ്ങളൊക്കെ മുഴക്കിയെങ്കിലും അങ്ങനൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് വസ്തുതകളെ നിരത്തി നമ്മുടെ സേനാ മേധാവികൾ ഇവിടെ പങ്കുവെക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മുടെ രാജ്യമെന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്, നമ്മളെ സഹായിക്കുന്ന ആളുകളൊക്കെ തന്നെ വളരെ ബുദ്ധിയുള്ളവരാണ്. പൊട്ടബുദ്ധി ഉള്ളവരല്ല, താൽക്കാലികമായിട്ട് ഊറികൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളല്ല, മറിച്ച് കാര്യക്ഷമമായ ദീർഘവീക്ഷണമുള്ള ആളുകളായതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിലെ ഒരു യന്ത്രങ്ങൾക്ക് പോലും കേടുകൂടാതെ സൂക്ഷിക്കാൻ തക്കൊണ്ടൊക്കെ ഇടയായിത്തീരുന്നത്. അപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, 2025 പഹൽഗാം ആക്രമണം നടക്കുമ്പോൾ അതിനൊരു പശ്ചാത്തലം ഉണ്ടെന്നുള്ളത് മറന്നുപോകരുത്. ആ പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്നും ഇന്നലെ അല്ല ഈ പാകിസ്ഥാനികൾ കാശ്മീരിൽ കയറിയിട്ട് കാശ്മീർ ജനതയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. 1980കളുടെ അവസാനത്തിൽ ജമ്മു കാശ്മീരിൽ ഒരു ഇസ്ലാമിക സായുധ കലാപം പൊട്ടിപ്പുറപ്പെടാൻ തക്കവണ്ണം പാകിസ്ഥാൻ പ്രവർത്തിച്ചു. പാകിസ്ഥാൻ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ആ പ്രദേശത്തുണ്ടായിരുന്ന ഹൈന്ദവ സഹോദരങ്ങളെല്ലാം തന്നെ അവിടുന്ന് മാറ്റേണ്ടി വന്നു, അല്ലെങ്കിൽ അവർ പലായനം ചെയ്യേണ്ടി വന്നു. ആ കാലഘട്ടത്തിൽ വലിയൊരു കലാപം അവിടെ ഉണ്ടായെന്നുള്ള നമുക്കറിയാം. എന്നാൽ ഇപ്രാവശ്യം 2025 ഏപ്രിൽ 22 ഇന്ത്യൻ ഭരണത്തിലുള്ള ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാമിനടുത്തുള്ള വൈസരൻ താഴ്വരയിൽ നടന്ന ഒരു തീവ്രവാദി ആക്രമണത്തില് നമ്മുടെ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെടുകയും 20-ലധികം ആളുകൾക്ക് അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് നൽകിയ ദൃക്സാക്ഷികളുടെ സാക്ഷ്യമനുസരിച്ച് ആക്രമികൾ വെടിയുയർത്തുന്നതിന് മുമ്പ് അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ മതത്തിൽപ്പെട്ടവരാണോ, അവരുടെ മതത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം ആണോ എന്നറിയാൻ, മുസ്ലിം ആണോ എന്നറിയാൻ വേണ്ടി അവരെ കലിമ ചൊല്ലുവാനും മുസ്ലിം അല്ലാത്തവരെല്ലാം കൊന്നൊടുക്കുവാനും അവർ തയ്യാറായി. 2000-ന് ശേഷം ഈ മേഖലയിൽ ഇന്ത്യൻ സിവിലിയന്മാർക്കെതിരെ നടന്ന ഏറ്റവും മാരകമായ ആക്രമണങ്ങളിൽ ഒന്നായിട്ട് ഈ ആക്രമണത്തെ നമ്മൾ കണക്കാക്കുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഐക്യരാഷ്ട്ര സഭ നിയുക്ത ഭീകര സംഘടനയായ ലഷ്കർ-ഇ തോയ്ബയുടെ ഒരു ശാഖയാണെന്ന് വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി. ഇത് നമ്മൾ മാത്രമല്ല പറയുന്നത്, UN-യുടെ വളരെ നിരീക്ഷണത്തിൽ അവർ പറയുകയാണ്, ഈ ക്രൂരകൃത്യം ചെയ്തതിൽ ലഷ്കർ-ഇ തോയ്ബ എന്ന് പറയുന്ന ആ ഭീകര സംഘടനയാണ്. അവരുടെ കൂട്ടാളികളായിരിക്കുന്ന, അല്ലെങ്കിൽ അവർ ട്രെയിൻ ചെയ്തിരിക്കുന്ന, അവരുടെ സിസ്റ്റർ കൺസേൺ ആയിരിക്കുന്ന സിറ്റിസൺസ് ഫ്രണ്ട് TRF എന്ന് പറയുന്ന ആ സംഘടനയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. അവരത് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യൻ പൗരന്മാരെ കാശ്മീരിൽ താമസിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന ഇന്ത്യൻ സർക്കാർ നയത്തിന് എതിരായിരുന്നു ഈ ആക്രമണം എന്നാണ് അവരപ്പോൾ പ്രസ്താവിച്ചത്. അപ്പോൾ ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാർ എന്നുള്ള ആ നിലവാരത്തിൽ നമ്മൾ കാര്യങ്ങളെ, നമ്മുടെ രാജ്യത്തിലുള്ള എല്ലാ പ്രദേശങ്ങളെയും കാണുമ്പോൾ അവിടെ തദ്ദേശീയരല്ലാത്ത കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും വരികയാണെങ്കിൽ, സഞ്ചാരികൾ വരികയാണെങ്കിൽ, അവിടുത്തെ മതക്കാരല്ലാത്തവർ വരികയാണെങ്കിൽ അവരെ കൊല്ലും എന്ന് തന്നെയാണ് അതിലൂടെ അവർ പ്രഖ്യാപിച്ചത്. എന്നാൽ 4 ദിവസത്തിന് ശേഷം അവരുടെ അവകാശവാദം ഞങ്ങളല്ല എന്നൊക്കെ പാകിസ്ഥാൻ പറഞ്ഞെങ്കിലും അവരുടെ അവകാശവാദത്തെയൊക്കെ അവർ പിൻവലിക്കാനായിട്ട് ഇടയായിത്തീർന്നു. 2025 ഏപ്രിൽ 23 രാത്രി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ വിക്രം മിശ്രി CCSമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു പ്രത്യേക പത്രസമ്മേളനം നടത്തി അന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ പാകിസ്ഥാനുമായിട്ടുള്ള സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായിട്ട് നമ്മൾ നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ള തീരുമാനം വന്നു. അതിനുശേഷം നമുക്കറിയാവുന്ന പോലെ അട്ടാരി വാഗ അതിർത്തിയിലെ സംയോജിത ചെക്ക് പോസ്റ്റ് നമ്മൾ പൂട്ടുകയുണ്ടായി. സർക്കാർ വിസ ഇളവ് പദ്ധതി പ്രകാരം ഇന്ത്യയിലേക്കുള്ള എല്ലാ പാകിസ്ഥാൻ പൗരന്മാർക്കും യാത്രാ വിലക്ക് മുമ്പ് നൽകിയിട്ടുള്ള എല്ലാ വിസകളും അതെല്ലാം തന്നെ റദ്ദാക്കിക്കൊണ്ട് വളരെ പ്രത്യേകമായി തന്നെ അന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനുശേഷം ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പാകിസ്ഥാൻ സൈനിക ഉപദേഷ്ടാക്കളെ നമ്മൾ പുറത്താക്കി. ഇസ്ലാമാബാദിലെ അവരുടെ ഇന്ത്യൻ സഹപ്രവർത്തകരെയും നമ്മളെ പിൻവലിച്ചു. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ കമ്മീഷനിലെ ജീവനക്കാരുടെ എണ്ണം
55 നിന്ന് നമ്മളത് 30 കുറയ്ക്കുകയുണ്ടായി. അപ്പം അത്തരം സൈനിക ഉപദേഷ്ടാക്കളുടെ താസ്തികൾ നിർത്തലാക്കിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തപ്പോൾ ഈ പാകിസ്ഥാൻ ഒന്ന് ചിന്തിക്കണമായിരുന്നു, എന്തുകൊണ്ട് ഇന്ത്യ ഇത്തരം കർക്കശമായുള്ള നടപടികളിലേക്ക് പോകുന്നു. തങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇന്ത്യയുമായിട്ട് ഒരു ഐക്യത്തിലേക്ക് തിരികെ വരണം എന്നവർ ചിന്തിക്കേണ്ടതായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ ഇരകളുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് ആക്രമണത്തിൽ തൻ്റെ രാജ്യത്തിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ തള്ളിക്കളയുകയും അത്തരം സംഭവങ്ങളെ വിപ്ലവമായി കാണുകയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് തരികിട കളിക്കുകയായിരുന്നു ചെയ്ത്. പിന്നീട് ആക്രമണത്തിൻ്റെ ഫലമായി ഭീകരവാദികൾ കൊല്ലപ്പെട്ട സമയത്ത് അവിടുത്തെ സൈന്യം തന്നെ പോയി ആ മൃതശരീരങ്ങളെ കാണുക മാത്രമല്ല അവരുടെ ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് അവിടെ നിസ്കരിക്കുകയൊക്കെ ചെയ്ത കാഴ്ചയും കൂടെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ എന്താ കാണിക്കുന്നത്? അവർ ഭീകരവാദത്തിന് അനുകൂലമാണെന്നാണ്. അവിടുത്തെ സൈന്യവും അവിടുത്തെ ജനതകളും അവിടുത്തെ ഭരണകൂടവും ഒക്കെ ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ താൽക്കാലികമായിട്ടുള്ള കരാർ ലംഘനങ്ങളൊക്കെ നമ്മൾ നടത്തിയെങ്കിലും ഇതൊന്നും തന്നെ പാകിസ്ഥാൻ ഗൗരവമായിട്ട് എടുത്തില്ല എന്നുള്ളതാണ്. പിന്നെയും നമ്മുടെ രാജ്യത്തിലേക്ക് അവർ ഭീഷണിയുമായിട്ട് വരികയും ഭീകരപ്രവർത്തനങ്ങൾ പിന്നെയും അഴിച്ചുവിടുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ച നടപടികൾക്ക് മറുപടിയായിട്ട് ഇന്ത്യക്ക് സമഗ്രമായ പ്രതികാരം ചെയ്യുമെന്നാണ് അന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയത്. അപ്പം ജലസ്രോതസ്സുകളെ ബാധിക്കുന്ന ഏതൊരു നടപടിയും യുദ്ധ നടപടിയായിട്ട് കാണുമെന്ന് അവർ പറഞ്ഞു. അവരുടെ പ്രഖ്യാപനം ഏപ്രിൽ 24 അങ്ങനെയാണ് വന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യൻ പൗരന്മാർക്ക് നൽകിയ വിസകൾ താൽക്കാലികമായിട്ട് അവർ നിർത്തിവെച്ചു. നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് അവിടുന്ന് വരാനും ഇവിടുന്ന് അങ്ങോട്ട് പോകാനും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇന്ത്യൻ വിമാനങ്ങൾക്ക് അവർ വ്യോമാതിർത്തി അടച്ചിട്ട് ഇന്ത്യൻ നയതന്ത്രരെ അവർ പെട്ടെന്ന് തന്നെ പുറത്താക്കുകയും ചെയ്തു. ഏപ്രിൽ 30 മുമ്പ് രാജ്യം വിടാനായിട്ട് ഇന്ത്യൻ സൈനിക ഉപദേഷ്ടാക്കൾക്ക് അവർ നിർദ്ദേശം നൽകി. ഒക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായാണ്. എന്നിരുന്നാലും സിഖ് തീർത്ഥാടകർക്കായിട്ട് അവർ കർത്താപൂർ ഇടവഴി തുറന്നിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാരവും വിച്ഛേദിച്ചു. പ്രതികാരമായിട്ട് ഏപ്രിൽ 24 പാകിസ്ഥാൻ സിംല കരാറും താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. അവരാണ് ആ സിംല കരാർ ഒഴിവാക്കി. അത് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി തന്നെയാണ്. അതേപോലെ തന്നെ അവരും അട്ടാരി വാഗ അതിർത്തികൾ അത് അവരുടെ ആ ചടങ്ങുകളെല്ലാം തന്നെ അവിടെ കുറച്ചു. അതേപോലെ തന്നെ ഈ അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ഈ ഹസ്തദാനം കഴിഞ്ഞിട്ടാണ് സാധാരണ അതിർത്തിയൊക്കെ അടയ്ക്കാറുള്ള ദിവസവും. എന്നാൽ അതൊന്നും ചെയ്യാതെ തന്നെ അവർ പിന്മാറുകയുണ്ടായി. അപ്പോൾ അതിർത്തി കടന്നുള്ള കുടുംബങ്ങളെ അവരുടെ വിസ റദ്ദാക്കിയപ്പോൾ അവർ നന്നായിട്ട് ബാധിച്ചു. എന്നാൽ ഇന്ത്യൻ സൈന്യവും അർദ്ധ സൈനിക വിഭാഗങ്ങളും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായിട്ട് നമ്മുടെ അതിർത്തികളെല്ലാം തന്നെ വളരെ കൃത്യമായി തെരച്ചിൽ നടത്തുകയും ഈ ഭീകരന്മാരെ പിടിക്കാൻ തക്കവണ്ണം നമ്മൾ പഹൽഗാമിൽ താൽക്കാലികമായിട്ട് അവിടെ വന്ന ആ ഭീകര പ്രവർത്തനങ്ങളെ എല്ലാം ഇല്ലായ്മ ചെയ്യാനായിട്ടൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ സന്തോഷപൂർവ്വമാണ് ഓർക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ആർമി എല്ലാ മേഖലകളിലേക്കും വിന്യസിപ്പിച്ചു. തൽഫലമായിട്ട് നമുക്ക് ആ ഭീകരന്മാരിൽ പലരെയും കൊല്ലുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതിനകത്ത് പ്രധാനികളായിട്ടുള്ള ചില ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ലഷ്കർ ഇ തോയ്ബയിലെ മുതിർന്ന കമാൻഡർ അൽതാഫ് ലല്ലിയും വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും വ്യോമ സേനകൾ തീവ്രമായ വ്യോമ ആക്രമണങ്ങൾ നടത്തുകയുണ്ടായി. അപ്പം BSFൻ്റെ 182ാം ബറ്റാലിയൻ ഉൾപ്പെട്ട ഒരു ഇന്ത്യൻ അതിർത്തി സുരക്ഷാ സേന അവിടെ വളരെ കൃത്യമായിട്ട് വളയുകയും അങ്ങനെ നമ്മുടെ ഒരു സൈനികൻ അബദ്ധവശാൽ പാകിസ്ഥാൻ ഭാഗത്തേക്ക് പ്രവേശിച്ചപ്പോൾ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് അദ്ദേഹത്തെ പിടികൂടുകയും അത് വിട്ടയക്കാതിരിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തു. ഏപ്രിൽ 24 ഉറിക്ക് സമീപം വിമതരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം നമ്മൾ പരാജയപ്പെടുത്തിയെന്ന് മാത്രമല്ല 2 വിമതരെ നമ്മൾ അന്ന് വധിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ നമ്മൾ സംയമനം പാലിക്കുകയായിരുന്നു. ഞാൻ ഈ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓർക്കണം, ഈ ഏപ്രിൽ 24 മെയ് 5 ഇടയിൽ ഇന്ത്യയിലെ സൈന്യം വളരെ സൂക്ഷ്മമായി തന്നെ യുദ്ധം ഒഴിവാക്കാം എന്നുള്ള ചിന്തയോടുകൂടി ആയിരുന്നു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. വളരെ ചെറിയ ആയുധങ്ങൾ മാത്രം ഉപയോഗിച്ചായിരുന്നു വെടിവെപ്പൊക്കെ അതിർത്തിയിൽ നടന്നിരുന്നത്.
അവർ നമ്മളെ കണ്ടമാനം ഉപദ്രവിച്ചപ്പോഴും നമ്മൾ അതിനെ ചെറുത്ത് നിന്നത് ചെറിയ ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മൾ ഒരു പ്രകോപനവും കൂടാതാണ് നമ്മുടെ ആളുകളെയൊക്കെ ഇവർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അതിർത്തിയിലൊക്കെ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരോട് വളരെ മ്ലേച്ഛമായിട്ടും മോശമായിട്ടാണ് ഇവർ പലപ്പോഴും പെരുമാറിയിട്ടുള്ളത്. എന്നാൽ ഏപ്രിൽ 28 നമുക്കറിയാവുന്ന പോലെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി അന്ന് ആസിഫ് ഇന്ത്യൻ സേനയിൽ നിന്നുള്ള ആക്രമണം ആസന്നമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഏപ്രിൽ 30 ഇന്ത്യ കയറി അടിക്കുന്നത്. ഏപ്രിൽ 29 രാത്രി കാശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ പാകിസ്ഥാൻ സൈന്യം നമ്മളെ വെടിവെച്ചു, നമ്മുടെ ആളുകളെ വെടിവെച്ചു. മെയ് 1 ആക്രമണത്തിൽ ഉൾപ്പെട്ട ഒരു തീവ്രവാദിയെയും ഇന്ത്യ വെറുതെ വിടില്ലെന്ന് ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൃത്യമായിട്ട് പറഞ്ഞു. മെയ് 3 പാകിസ്ഥാൻ റേഞ്ചസിലെ ഒരു സൈനികനെ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് കടന്നതിന് ശേഷം BSF പിടികൂടിയതായിട്ട് നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ വായിക്കുകയുണ്ടായി. മെയ് 5 ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം 7 സംസ്ഥാനങ്ങളായി ഈ ശത്രു ആക്രമണം ഉണ്ടായാൽ ഫലപ്രദമായ സിവിൽ പ്രതിരോധം ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ നമ്മുടെ അതിൽ സംസ്ഥാനങ്ങളായിട്ടുള്ള 7 സംസ്ഥാനങ്ങളിൽ, പാകിസ്ഥാൻ്റെ അതിർത്തി സംസ്ഥാനങ്ങളിൽ, നമ്മുടെ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ വളരെ കൃത്യമായിട്ട് സൈന്യത്തെ വിന്യസിപ്പിക്കുകയും വളരെ കർക്കശമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്തു. നമുക്കറിയാവുന്ന പോലെ 1971 ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം അല്ലേ, അന്ന് ഇന്ത്യ അവസാനമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനങ്ങളിൽ നടത്തുകയുണ്ടായി. എന്നാൽ ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകളൊക്കെ പ്രവർത്തിപ്പിക്കലും അതേപോലെ തന്നെ ക്രാഷ് ബ്ലാക്ക് ഔട്ട് നടപടികൾ നടത്തലും സിവിൽ പ്രതിരോധത്തെക്കുറിച്ച് സാധാരണക്കാർക്ക് പരിശീലനം നടക്കലും അതുപോലെ ഒഴിപ്പിക്കൽ പദ്ധതികളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്ത് നടമാടി എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ മനോഹരത്വം തന്നെയാണ്. നമ്മുടെ രാജ്യം എത്ര പെട്ടെന്നാണ് കാര്യക്ഷമമായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്തിലും പല ജില്ലകളിൽ, തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ മോക്ക് ഡ്രിൽസ് നടത്തുകയുണ്ടായി, കോഴിക്കോട് നടത്തുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ വേഗത്തിൽ ചെയ്യാൻ നമുക്ക് സാധിച്ചു. അതൊക്കെ ആസൂത്രിതമായിട്ട് നമ്മുടെ ഭരണ ശിരകളിൽ നിൽക്കുന്ന ആളുകൾ ചെയ്യാനുള്ള അനുവാദം, അതിന് പ്രയോജനകരമായ ആളുകളെയൊക്കെ ഏൽപ്പിച്ചു. അത് നന്നായി ചെയ്തു. അപ്പോൾ നമുക്ക് രാജ്യത്ത് സുരക്ഷിത ബോധം ഉണ്ടാക്കാൻ തക്കവണ്ണം ഇതുകൊണ്ടൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു തെളിവ്. മെയ് 6 തീയതിയും 7 തീയതി അതിരാവിലെയുമായിട്ട് ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു വലിയ നടപടി നമ്മുടെ രാജ്യത്തു നിന്ന് പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്കെതിരെ നടത്തുകയുണ്ടായി. ഈ ഭീകര സംഘടനകൾ അവർക്കൊരുപാട് മതപാഠശാലകളുണ്ടായിരുന്നു. പാകിസ്ഥാനിലെ മദ്രസകളിൽ പഠിപ്പിക്കുന്നതൊക്കെ ഭീകരവാദമാണ്. അപ്പോൾ ആ ഭീകര അടിസ്ഥാന സൗകര്യങ്ങളെയൊക്കെ ഉന്മൂലനം ചെയ്യുന്ന തരത്തിലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ ബൃഹത്തായ പദ്ധതിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടത്. അത് 25 മിനിറ്റുകൾ മാത്രം, അരമണിക്കൂർ പോലും തേച്ചെടുത്തില്ല. ആ ഓപ്പറേഷനുകളിൽ IAF ജെറ്റുകളുടെ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ ക്രൂയിസ് മിസൈലുകളും അതേപോലെ തന്നെ ഹാമർ ഗ്ലൈഡ് ബോംബുകളും ഘടിപ്പിച്ച റാഫേൽ യുദ്ധവിമാനങ്ങളെല്ലാം ഉപയോഗിച്ച് ബഹാവൽപൂർ, മുരി ദക്കെ, ഗുൽപൂർ, ഭിംബർ ചക്, അമ്രു, ബാഗ്, കോഡ്ലി, സിയാൽകോട്ട, മുസാഫറാബാദ് എന്നീ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന സകല ഭീകര സംഘടനകളുടെയും അവരുടെ ദർസുകളും മദ്രസകളും ഉന്മൂലനം ചെയ്തു. അങ്ങനെ നമ്മുടെ ലക്ഷ്യം കണ്ടു. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ ഓർത്തോണം. ഇന്ത്യ എന്ന് പറയുന്ന ഈ ബൃഹത്തായ വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതവിഭാഗങ്ങളും ഉണ്ടെങ്കിൽ പോലും എൻ്റെ രാജ്യമെന്ന് ഒറ്റക്കെട്ടായി പറയാൻ, ഒരേ ശബ്ദത്തിൽ പറയാൻ കെൽപ്പുള്ള ഈ രാജ്യം ആരുടെ മുമ്പിൽ തലകുനിക്കയില്ല. ഭീകരവാദത്തോടെപ്പോഴും സന്ധി ചെയ്യാത്ത ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യമെന്നുള്ള ആ വലിയ ധൈര്യം നമ്മുടെ പൗരന്മാരുടെ എല്ലാവരുടെയും ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. രാഷ്ട്രീയപരമായിട്ടൊക്കെ നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകാം, മതപരമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഒരാവശ്യം വരുമ്പോൾ നാം ഒറ്റക്കെട്ടാണ്. ഇന്ത്യ എന്നുള്ള ഈ മഹത്തരമായ മൂല്യം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതായ കരാർ താൽക്കാലികമായിട്ട് എങ്കിലും പാകിസ്ഥാൻ ലംഘിച്ചു എന്നുള്ളത് നമുക്കറിയാം. അതും പാകിസ്ഥാനോടുള്ള നമ്മുടെ ഒരല്പമെങ്കിലുമുള്ള മതിപ്പും ഇല്ലാതാക്കി തീർത്തിരിക്കുകയാണ്. അയൽ രാജ്യമെന്നുള്ള ഒരു മതിപ്പ് നമ്മളെപ്പോഴും കൊടുക്കാറുണ്ടായിരുന്നല്ലോ. ഭീകര രാജ്യമാണെന്നുള്ള നമുക്കറിയാം. ആ ഒരു ഭയം അവരെ തന്നെ ത്രസിക്കുന്നുണ്ട്, നമ്മളെയും ത്രസിക്കുന്നുണ്ട്. എന്നാൽ
അതിനേക്കാൾ ഉപരിയായിട്ട് അയൽ രാജ്യമെന്നുള്ള ഒരു പരിഗണന പലപ്പോഴും നമ്മൾ കൊടുക്കാറുണ്ട്. അയൽക്കാരനെ സ്നേഹിക്കണമെന്നുള്ള ഒരു പ്രമാണമൊക്കെ നമുക്കുള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് ക്രൈസ്തവർ ശത്രുവിനെ സ്നേഹിക്കുന്നവരൊക്കെയാണ്. അപ്പോൾ ഇപ്പോഴൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം, ഇപ്പം നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇത്ര സ്ട്രോങ് ആയിട്ട് സമാധാനത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പഠിപ്പിക്കുന്ന അച്ഛൻ എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാനെ ഇന്ത്യ അടിച്ചപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ ആക്രമിച്ചപ്പോൾ അതിനെ 100%, 100% 110% സല്യൂട്ട് ചെയ്ത് അംഗീകരിക്കുന്നത് ചോദിച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സമാധാനം സംജാതമാകണമോ ഒറ്റ കാര്യമേ ഉള്ളൂ, നീതി നടപ്പിൽ വരണം. നീതി നിറവേറ്റലാണ് ഈ പ്രത്യാക്രമണം എന്നുള്ളത്. നമ്മൾ അങ്ങോട്ട് കയറി അടിച്ചതുമല്ല, ചൊറിഞ്ഞതുമല്ല. അവരിങ്ങോട്ട് വന്ന് മാന്തി, നമ്മൾ കയറി ആവശ്യത്തിന് കൊടുത്തു. അതുകൊണ്ട് നമ്മളോടുള്ള കളി നിർത്തുന്നതാണ് പാകിസ്ഥാന് നല്ലത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.